അരുൺ, ഒരുപക്ഷെ ഞങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കുമായിരുന്നു. ആ VS ആണിപ്പോൾ യാത്രയാകുന്നത്. ആ VS-നെയാണ് ഈ ജനക്കൂട്ടം, ജനസാഗരം ഇപ്പോൾ യാത്രയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ വലിയ ആൾക്കൂട്ടം. എവിടെയൊക്കെ VS എത്തുമായിരുന്നു അവിടെയൊക്കെ നമുക്ക് ഈ ആൾക്കൂട്ടത്തെ കാണാൻ സാധിക്കുമായിരുന്നു. ആ ആൾക്കൂട്ടമാണല്ലോ ഇപ്പോൾ ഒടുവിലെ യാത്രയിലും തിങ്ങി നിറയുന്നത്. അരുൺ, VS അച്യുതാനന്ദന്റെ വിലാപയാത്ര കണിയാപുരത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അത് പള്ളിപ്പുറത്തേക്ക് നീങ്ങുകയും ചെയ്യും. കണിയാപുരത്ത് എത്തുമ്പോഴും നിലയ്ക്കാത്ത ആൾപ്രവാഹം തന്നെയാണ് പാതയോരങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അരുൺ, ഇതാ ഇവിടെയും വലിയ ആൾക്കൂട്ടമാണ്. ഓരോ പോയിന്റുകളിലും ആൾക്കൂട്ടം കാത്തിരിക്കുന്നു. ഒരുപക്ഷെ VS എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസംഗവേദികളിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ആൾക്കൂട്ടങ്ങളെ കാണാൻ സാധിച്ചിരുന്നത്. കാത്തിരുന്നവർ, VS-ന്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ചവർ, ആ ശൈലി ഇഷ്ടപ്പെട്ടിരുന്നവർ, അങ്ങനെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴിതാ ഈ യാത്ര പറയുമ്പോഴും അതേ ആൾക്കൂട്ടം അനുഗമിക്കുകയാണല്ലോ VS-നെ. അഭിലാഷ്, തീർച്ചയായിട്ടും VS ഒരു വികാരമായിരുന്നു എന്നല്ല, VS ഒരു വികാരമാണ്. ഇപ്പോഴും ആ വികാരമാണ് കേരളം കാണുന്നത്. VS-നെ കാണാൻ, VS-ന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ജനം ആർത്തിരമ്പിയ ഒരു കാലമുണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷക്കാലം അതില്ലായിരുന്നു. VS നിശബ്ദനായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ അദ്ദേഹം ആ രീതിയിൽ അറിയുന്ന പോലും ഇല്ലായിരുന്നു കഴിഞ്ഞ 3-4 വർഷമായി. പക്ഷേ അതൊന്നും VS-നെ മറക്കാൻ, VS-നോടുള്ള ജനങ്ങളുടെ പ്രിയം കുറയ്ക്കാൻ മതിയായ കാരണങ്ങളല്ല, VS-നോടുള്ള ഇഷ്ടം കുറയ്ക്കാൻ മതിയായ കാരണങ്ങളല്ല. VS ഇന്നും അവർക്ക് ജീവിക്കുന്ന പോരാളി തന്നെയാണ്. ആ പോരാളിയെ കാണാനാണ് ജനം ഇങ്ങനെ ഇരമ്പി ഓടി എത്തുന്നത്. 6-7 മണിക്കൂറുകൾ വൈകിയാണിപ്പോൾ, നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയാണിപ്പോൾ ഈ വിലാപയാത്ര നടന്നു പോകുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ആലപ്പുഴയിൽ എത്താൻ പ്രതീക്ഷിച്ചിരുന്ന യാത്രയാണ്, ആ രീതിയിൽ ക്രമീകരിച്ചിരുന്ന യാത്രയാണ്. അതാണിപ്പോൾ ഈ വിധം വൈകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ യാത്ര വെട്ട് റോഡ് കണിയാപുരം പിന്നിടുന്നു. കണിയാപുരം പിന്നിട്ട് ഇത് അടുത്ത കേന്ദ്രത്തിലേക്ക്, പള്ളിപ്പുറത്തേക്ക് നീങ്ങുകയാണ്. ഓരോ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ, പ്രിയ സഖാവിനെ കാണാൻ ഒത്തുകൂടുക മാത്രമല്ല, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ജനക്കൂട്ടം മാർച്ച് ചെയ്യുകയാണ്. അക്ഷരാർത്ഥത്തിൽ മുദ്രാവാക്യ വിളികളുമായി ജനക്കൂട്ടം മാർച്ച് ചെയ്യുകയാണ്. പലപ്പോഴും VS-ന്റെ പൊതുയോഗങ്ങൾ കാണാനെത്താറുള്ള ആൾക്കൂട്ടം നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനെതിരെ എത്രയോ കൂടുതൽ ആളുകളാണ് ഈ ഘട്ടത്തിൽ VS-നെ അവസാനമായി കാണാൻ, അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് യാത്രയാക്കാൻ, VS-ന്റെ കർമ്മ മേഖലയിൽ നിന്ന്, കർമ്മഭൂമിയിൽ നിന്ന് VS-നെ വിട നൽകാൻ ഓടിക്കൂടുന്നത്. നമുക്കറിയാം, ഇത് തിരുവനന്തപുരം ജില്ല പോലും പിന്നിട്ടിട്ടില്ല. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി എന്ന് പറയുന്നത് കടമ്പാട്ട് കോണമാണ്. അവിടേക്ക് ഇനിയും എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമാകും ഈ ജില്ലാ അതിർത്തി തന്നെ മറികടക്കാൻ. അവിടം കഴിഞ്ഞ് VS-ന്റെ മറ്റൊരു ശക്തി കേന്ദ്രം, VS-ന്റെ ആരാധകരുടെ ഒരു ശക്തി കേന്ദ്രം, അത് കൊല്ലം ജില്ലയാണ്. കൊല്ലത്തോട് VS-ന് വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. ആദ്യം VS പ്രവർത്തിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി പോലും കൊല്ലമാണ്. ആലപ്പുഴ ജില്ല പിന്നീടാണ് രൂപീകരിക്കപ്പെടുന്നത്, ജില്ലാ കമ്മിറ്റി പിന്നീടാണ് രൂപീകരിക്കപ്പെടുന്നത്. ആ കൊല്ലം ജില്ലയിലേക്ക് കൂടി VS എത്തുമ്പോൾ നമുക്ക് ചിന്തിക്കാനാകില്ല അഭിലാഷ്, എത്രത്തോളം ആളുകൾ കാത്തു നിൽക്കും. രാത്രി വൈകുന്നു എന്നുള്ളതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. മണിക്കൂറുകൾ കാത്തിരുന്നാലും പ്രിയ സഖാവിനെ ഒന്ന് കണ്ട് ഒന്ന് അഭിവാദ്യം അർപ്പിച്ചു പോകാൻ തന്നെയാണ് ഈ ജനക്കൂട്ടം ഇങ്ങനെ ഇരമ്പി ആർക്കുന്നത്. പലപ്പോഴും ഈ ഇടവഴികളിലൊക്കെ ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങി വരുമ്പോൾ അവിടെ വാഹനം നിർത്തേണ്ടി വരുന്നു. അവിടെ നിർത്തി അഭിവാദ്യം അർപ്പിക്കാൻ അവസരം ഒരുക്കേണ്ടി വരുന്നു. ആ മുദ്രാവാക്യം വിളികളാണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത്. ഇന്നലെ രാത്രി VS-ന്റെ ദീർഘകാലം പ്രവർത്തി സംസ്ഥാന സമിതി ഓഫീസായ AKG സെന്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ തുടങ്ങിയ മുദ്രാവാക്യം വിളിയാണ് ആ തലസ്ഥാനത്തിന്റെ ആകാശത്തെ ഇപ്പോഴും മുഖരിതമാക്കുകയാണ്. കണ്ണേ കരളെ VS-എ എന്ന വിളികൾ. കണ്ണേ കരളെ എന്ന് വിളിച്ചാൽ തൊട്ടു പിന്നാലെ വരുന്നത് VS-എ എന്നല്ലാതെ മറ്റൊരു പേര് മലയാളികൾക്ക് അങ്ങനെ ഒരു വാക്ക് പോലും ഓർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആവേശം VS-ന് വേണ്ടി ഈ കണ്ണേ കരളെ തുടങ്ങിയത് ഉൾപാർട്ടി സമരങ്ങളുമായി VS പാർട്ടിക്കെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ്. അപ്പോഴായിരുന്നു
യെസ്, അരുൺ സൂചിപ്പിക്കുന്നത് പോലെ പാർട്ടിയിൽ ചില തിരുത്തലുകൾ വേണമെന്ന് VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് നിന്ന് പറയുമ്പോൾ VSന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്ന മുദ്രാവാക്യം കണ്ണേ കരളെ VSA എന്ന്. അവിടെ കണ്ണേ കരളെ എന്നതിനപ്പുറത്ത് ചേർക്കാൻ ആ രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ അരുൺ പറയുമ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും ഈ പാതയോരങ്ങളിൽ ഉടനീളം കാത്തിരിക്കുന്നവർ ഉച്ചത്തിൽ ഉയരത്തിൽ മുദ്രാവാക്യമായി മുഴക്കുന്നത് എന്നതാണ് ഇപ്പോൾ